ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. വചനകിരണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. സൗന്ദര്യശാസ്ത്രത്തിൻ്റെ നിർവചനം തേടിയുള്ള വായനയിലാണ് രവീന്ദ്രനാഥ ടാഗോർ. ഏകാന്തമായ വായനയ്ക്കായി കുറച്ച് മാസങ്ങളായി ഒരു ചെറിയ ഹൗസ് ബോട്ടിലാണ് താമസം. അകത്ത് കത്തിച്ചു വെച്ച ചെറിയ മെഴുകുതിരിയുടെ പ്രകാശത്തിൽ വായിക്കുകയാണ് അദ്ദേഹം. രാത്രി ആയതോടെ ക്ഷീണിച്ച് അദ്ദേഹം തിരിയണച്ച് കിടക്കാൻ തയ്യാറായി. അപ്പോഴാണ് ജാലകത്തിലൂടെ കടന്നു വരുന്ന നിലാവെളിച്ചത്തെ ശ്രദ്ധിച്ചത്. അദ്ദേഹം മുറിക്ക് പുറത്തിറങ്ങി. പ്രകാശപൂരിതമായി നിൽക്കുന്ന പൂർണ്ണചന്ദ്രൻ, നിലാവെളിച്ചത്തെ പ്രതിഫലിപ്പിച്ച് നിൽക്കുന്ന മനോഹരമായ തടാകം, തുള്ളിക്കളിക്കുന്ന പരൽമീനുകൾ, കുയിൽനാദം, ഇതെല്ലാം കാണുകയും കേൾക്കുകയും ചെയ്ത ടാഗോർ വേഗത്തിൽ ഡയറി എടുത്ത് എഴുതി, ഞാൻ എന്തൊരു വിഡ്ഢി, സൗന്ദര്യം എന്തെന്ന് പുസ്തകങ്ങളിൽ തിരയുകയായിരുന്നു ഞാൻ. എന്നാൽ അതാകട്ടെ വാതിലിനപ്പുറത്തുണ്ടായിരുന്നു. നിധി അടുത്ത് തന്നെയാണുള്ളതെങ്കിലും നാം അത് തിരിച്ചറിയാറില്ലല്ലോ. ടാഗോറിന്റെ വാക്കുകൾ നമ്മുടെ ജീവിതത്തിലും പൂർണ്ണമായും പ്രതിഫലിക്കാറുണ്ടെന്ന് തോന്നുന്നു. കൂടെയുള്ളതിന്റെ സൗന്ദര്യവും മൂല്യവും കണ്ടെത്താൻ പലപ്പോഴും കഴിയാതെ പോകുന്നു നമുക്ക്. കഠിനമായ ഡിപ്രഷനിലെത്തിയ ഒരു പെൺകുട്ടിയെ മനഃശാസ്ത്രജ്ഞന്റെ അടുക്കിലെത്തിച്ചു. സംസാരത്തിനൊടുവിൽ അവൾ പറഞ്ഞു, ഒരിക്കൽ വീട്ടിൽ വിരുന്നുകാർ വന്നപ്പോൾ അമ്മ തമാശയ്ക്ക് പറഞ്ഞു, ആ ഭിത്തിയിൽ ചാരി നിൽക്കരുത്, ഭിത്തി കൂടി കറുത്തുപോകും. വെളുപ്പാണ് സൗന്ദര്യമെന്ന് തെറ്റിദ്ധരിച്ചിരിക്കുന്ന ഒരു നാട്ടിൽ സ്വന്തം അമ്മയിൽ നിന്നും ആ വാക്കുകൾ കേൾക്കേണ്ടി വന്ന ഒരു മകൾ ഇങ്ങനെ മനസ്സ് തകർന്നു പോകുന്നതിൽ ഒരത്ഭുതവുമില്ല. സ്വന്തം ഭാര്യയുടെ സൗന്ദര്യത്തെക്കാൾ അയൽക്കാരിയുടെ സൗന്ദര്യത്തെ പുകഴ്ത്തുന്നതിനേക്കാൾ വലിയ അപകടം കുടുംബജീവിതത്തിലുണ്ടോ എന്ന് സംശയമാണ്. കൂടെയുള്ളവരുടെ സൗന്ദര്യവും മൂല്യവും തിരിച്ചറിയുക എന്നതിന് സ്നേഹിക്കുക എന്നൊരർത്ഥം കൂടിയുണ്ട്. കാരണം സ്നേഹിക്കുമ്പോൾ ശാരീരിക ഘടനയ്ക്കോ നിറത്തിനോ സമ്പത്തിനോ ഒന്നും വില കണ്ടെത്താതെ മനസ്സിനെ തിരിച്ചറിയാനും സ്നേഹിക്കാനും സാധിക്കുന്നു. എന്ത് കണ്ടിട്ടാണ് നീ അവനെ ഇഷ്ടപ്പെട്ടതെന്ന് ചോദ്യം ചോദിക്കുന്നവരോട് എന്ത് കണ്ടിട്ടാണ് ഇഷ്ടപ്പെടേണ്ടതെന്ന മറുചോദ്യം ചോദിക്കേണ്ടിയിരിക്കുന്നു. കാണേണ്ടത് മുഖസൗന്ദര്യമോ സാമ്പത്തിക ഭദ്രതയോ അല്ലെന്ന് നമ്മൾ തിരിച്ചറിയണം. മനസ്സിലെ സ്നേഹം തിരിച്ചറിയാൻ കഴിയാതെ പോയാൽ പിന്നെ ഈ കാണുന്ന സൗന്ദര്യത്തിനൊക്കെ എന്തു വില? യഥാർത്ഥ തിരിച്ചറിവെന്ന് പറയുന്നത് ഹൃദയത്തെ അറിയുക എന്നതാണ്. സകലവും സൃഷ്ടിച്ച ദൈവം എല്ലാം നല്ലതെന്ന് കണ്ടു. അവൻ സകലവും അതതിൻ്റെ സമയത്ത് ഭംഗിയായി ചെയ്തു. നിത്യതയും മനുഷ്യരുടെ ഹൃദയത്തിൽ വെച്ചിരിക്കുന്ന സഭാപ്രസംഗി 3:11 പറയുന്നു. ഭംഗിയും മൂല്യവും ആദ്യം കണ്ടെത്തേണ്ടത് കൂടെയുള്ളവരുടെ ഹൃദയത്തിലാണ്. കൂടെയുള്ള ദൈവസൃഷ്ടിയിൽ ഭംഗി കണ്ടെത്താൻ കഴിയാത്തവർക്ക് എങ്ങനെ സൃഷ്ടാവിനെ കണ്ടെത്താൻ കഴിയും? ശുഭദിനം നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.